ആശംസകളേകാൻ നമ്മുടെ സ്വന്തം ടോംജിയെയും ഹണിസാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Good morning, respected Joji sir, Viju ma'am, Matthew sir, Lina ma'am, Robin sir, Imam ma'am, Honey Johnson sir, and my dear students. പറന്നോണം, പറക്കാൻ തുടങ്ങുവാണ്. പറക്കാൻ റെഡിയാണോ? എനർജി ഇല്ലല്ലോ. പറക്കാൻ റെഡിയാണോ? മലി ഇപ്പടി ഓക്കെ. സോ പറന്നോണം 2K25. നമ്മൾക്ക് എന്തൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ വന്നാലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ചിലരൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. ഈ പരിപാടി കഴിയുമ്പോൾ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൽ അത് ഈ ഫേസിലൊക്കെ കാണാം. പേടിക്കണ്ട, കാരണം വേറൊന്നും കൊണ്ടുമല്ല, ചെറിയ ഡിലേ ഉണ്ടായി, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അതിന് കാരണം എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ 7 വർക്കിംഗ് ഡേയ്സ് ഉണ്ടായിട്ടുള്ളൂ. ഈ 7 വർക്കിംഗ് ഡേയ്സിനിടയിലാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തത്. സോ വി ആർ ഹാപ്പി. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ കോർഡിനേറ്ററിന് തീരെ വയ്യ, അവർ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എത്തിയേക്കുന്നത്. തേജസ്, നമ്മുടെ പുള്ളി ആസ്മാറ്റിക് ആണ്, ബട്ട് സ്റ്റിൽ ഹി മാനേജ് ടു ഗിവ് ദ ചാർജ്. സോ ഐ വുഡ് റിയലി ലൈക്ക് ടു അപ്രീഷിയേറ്റ് ഓൾ ദ മെമ്പേഴ്സ്. ലേറ്റ് ആയിട്ടാണെങ്കിലും പൂക്കളമൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റാക്കി. ഐ വുഡ് ലവ് ടു അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു പീപ്പിൾ who arranged and coordinated those things. Okay. ഇവിടെ ഇൻട്രൊഡക്ഷൻ ചെയ്തപ്പോൾ ആക്ച്വലി വിട്ടുപോയ ഒരു പേരുണ്ട്. അത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തോളാമെന്ന് വിചാരിച്ചത്. ജിഷ്ണു, ആ ക്യാമറ എവിടെയെങ്കിലും കൊടുത്തേ. ഞങ്ങളുടെ സ്വന്തം ജിഷ്ണു പി ബൈജു. വി വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ജിഷ്ണു. ഞങ്ങളുടെ സ്റ്റുഡന്റ് ആണ്. അദ്ദേഹം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ക്യാബിൻ ക്രൂ ആയിരുന്നു. എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂ ആയിരുന്നു. നൗ ആക്ച്വലി ഹീസ് ചേസിംഗ് ഹിസ് പാഷൻ. അവന്റെ പാഷൻ ആയിരുന്നു ഫോട്ടോഗ്രാഫി. സോ ഹീസ് ചേസിംഗ് ഹിസ് പാഷൻ ആൻഡ് we would like to introduce Jishnu and welcome Jishnu and team to this program. Thank you so much. Jishnu and team ദേവാസിനോട് ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട്. കാരണം ഇവര് ഇവിടെ ഇല്ലായിരുന്നു, തഞ്ചാവൂര് പ്രോഗ്രാമുമായിട്ട് തിരക്കിലായിരുന്നു. തൃച്ചിയിലെ പ്രോഗ്രാമുമായിട്ട് തിരക്കിലായിരുന്നു. They had a shoot there. നമ്മള് റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് they could manage and come for this program. അവര് ഇന്നലെ തൃച്ചിയിൽ നിന്ന് നമ്മുടെ ഈ ഈവന്റിന് വേണ്ടി തൃശ്ശൂരെത്തി, രാവിലെ ഇവിടെ വന്നു, ഇന്ന് ഈവനിങ് തിരിച്ചു പോവാണ്. സോ താങ്ക് യു സോ മച്ച്. സോ give him a big clap, please. വളരെ അധിക കാലത്തെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള ക്യാബിൻ ക്രൂ കൂടിയാണ് അദ്ദേഹം. ഓക്കെ. സോ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക ഒരു സന്ദേശം പറയാനില്ല. പക്ഷെ ഒരു മധുരമുണ്ട് നമ്മുടെ ഈ ഓണത്തിന്. കാരണം നമ്മുടെ ഈ ഓണം ആഘോഷിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വളരെ കോയിൻസിഡന്റ്ലി ACMS മുൻ ബാച്ച് സ്റ്റുഡൻസിന്റെ സപ്പോർട്ടോടുകൂടി, ഞങ്ങളുടെ മെന്റേഴ്സിന്റെ പ്രാർത്ഥനയും അനുഗ്രഹത്തോടുകൂടി, നമ്മുടെ പില്ലർ ഓഫ് സപ്പോർട്ടായ നമ്മുടെ ട്രെയിനേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി നമ്മളുടെ ACMSന് സെൻട്രൽ മിനിസ്ട്രിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചു. അത് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അത് നമ്മളുടെ ഈ മധുരത്തിന് മാറ്റി കൂട്ടും. സോ അതിന്റെ സന്തോഷം, അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റുഡൻസിനുമാണ്. ഒരു വലിയ കൈയടി നിങ്ങൾക്ക് വേണ്ടി തന്നെ. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ ഓണം പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ജോജി സാറും മിജോ മാമും മാത്യു സാറും ലീന മാമും
നമ്മുടെ എല്ലാ ട്രെയിനേഴ്സും എല്ലാവരും തന്ന ഒരു ബൂസ്റ്റ് ഉണ്ട്. അടുത്ത ഓണം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ചാർജോടുകൂടി മുന്നോട്ട് വരാൻ പറ്റത്തേന്ന് തീർച്ചയായിട്ടും ആ അനുഗ്രഹമോ ആ പ്രയറമാണെന്നറിയില്ല. ഇപ്രാവശ്യം ചാർജ് കൂടുതലാണ്, മധുരം കൂടുതലാണ്, മാറ്റ് കൂടുതലാണ്. സോ ദാറ്റ് മേക്സ് ദിസ് എ വെരി സ്പെഷ്യൽ. സോ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഒരു ഡൗൺഫോളിന്റെ കഥയൊക്കെ. പക്ഷെ അന്ന് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കഥയുണ്ട്. ആ ഡൗൺഫോളിൽ നിന്ന് ഞങ്ങളെ കൈപിടിച്ച് ഞങ്ങൾ ഒരു പക്ഷേ തിരിച്ച് ACMS എന്ന് പറഞ്ഞ പ്രായം ഉണ്ടാവില്ലായിരുന്നു. അവിടുന്ന് കൈപിടിച്ച് ഞങ്ങളെ കയറ്റിക്കൊണ്ട് വന്നത് റോബിൻ പോൾ സാറാണ്. സർ പ്ലീസ് വരൂ സർ. ഇദ്ദേഹം വളരെ യാദൃശികമായിട്ട് ACMS-ൽ ഹണിയെ എന്നെ കാണാൻ വന്നത് അവിടുന്ന് തുടങ്ങിയതാണ് ഈ റീസ്റ്റാർട്ട് എന്ന് പറയുന്നത്. അവിടുന്ന് അദ്ദേഹം തന്ന ഒരു ആശയമാണ് പിന്നീട് ACMS-ന്റെ ലോജിസ്റ്റിക്സ് വിങ്ങിന്റെ ലോഞ്ചും അവിടുന്ന് ലോജിസ്റ്റിക്സ് വിങ്ങിലൂടെയാണ് തിരിച്ച് എയർലൈൻ വിങ്ങിന് വരാൻ പറ്റിയതും. അങ്ങനെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. റോബിൻ സാറ് അന്ന് ACMS-ൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സാർ അറിയാൻ എന്താവുമായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. സോ ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് റോബിൻ സാർ. റോബിൻ സാറിനും ഈ ഓണം സ്പെഷ്യലാണ്. കാരണം ഈ വർഷം അദ്ദേഹത്തിന്റെ സ്വന്തം എഡ്യൂക്കേഷണൽ ഫോമാറ്റ്, ഒരു ന്യൂ അക്കാഡമിക് ഫോമാറ്റ് ലോഞ്ച് ചെയ്യുകയാണ്. ലോജി ടൂൾസ് ഓൺലൈൻ ലേണിംഗ് എന്ന പേരിൽ. He is the founder and director of Logi Tool Online Learning, and we would like to appreciate and wish you all the good wishes. Logi Tools in എല്ലാ വിഷയത്തും നേരുന്നു സർ. God bless. Thank you so much sir. Thank you. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ലോജി ടൂൾസിനെ പറ്റി രണ്ടു വാക്ക്. ഞാൻ കുറേ വർഷമായിട്ട് ട്രെയിനിങ് ഫീൽഡിലാണ്. ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തതല്ല, സ്റ്റുഡൻസ് ഫേസ് ചെയ്ത പ്രോബ്ലംസ് ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ്. ഇതിലെപ്പോഴും സ്റ്റുഡൻസിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു സീ പോർട്ടോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടോ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഡോക്യുമെൻറ്റേഷനോ ഒന്നും സ്റ്റുഡൻസിനെ നമ്മൾ തിയറിറ്റിക്കലി പഠിപ്പിക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതൊരു മേജർ പ്രോബ്ലമാണ്. ഈ കഴിഞ്ഞ ഇത്രയും തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയത് അവർ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഈ വിഷ്വലൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. സോ ആ ഇതിൽ ഡെവലപ്പ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് ലോജി ടൂൾസ്. അതിൽ നമുക്ക് സ്റ്റുഡൻസിന് പ്രാക്ടിക്കലി ഒരു സാൻഡ് ബോക്സ് എൻവയറമെൻറ്റിൽ ഈ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത് സ്റ്റുഡൻസിന് മാത്രമല്ല, പ്രൊഫഷണൽസിന്, കരിയർ ചേഞ്ച് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ദേ കൻ സീ റിയൽ വേൾഡായിട്ട് അവർക്ക് ആ ഓൺലൈൻ സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ കോൺസെപ്റ്റ്സ് മറക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു മാസ്റ്റർ ഓഫ് ബിൽ ഓഫ് ലാഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 to 15 hours എങ്കിലും നമ്മൾ സ്റ്റഡി ചെയ്യണം. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് വിത്തിൻ 15 minutes യു ക്യാൻ ബി എ മാസ്റ്റർ ഓഫ് ദാറ്റ് കോൺസെപ്റ്റ്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു ഓഫ് ഇതാണ്. കാരണം ഞാൻ ഈ സ്റ്റുഡൻസ് ഫേസ് ചെയ്ത പ്രോബ്ലംസ് കാരണം ആ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കൊണ്ടുവന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് എ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റോ ഒന്നുമല്ല. ഫോർ പീപ്പിൾ, ഫോർ സ്റ്റുഡൻസ്, ഫോർ പ്രൊഫഷണൽസ് ഹു വോണ്ട് ടു ലേൺ ദി ഷിപ്പിംഗ് മാനേജ്മെന്റ് ആൻഡ് ലോജിസ്റ്റിക്സ് ഏരിയയിൽ വിഷ്വലൈസേഷൻ ആൻഡ് ഇൻട്രാക്ടിവിറ്റി. കാരണം ഇന്നത്തെ കാലം നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ടെക്സ്റ്റ് വൈസ് ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ബട്ട് ദിസ് ക്യാൻ ബി അടുത്ത ലെവലിൽ ഒരു ലേണിംഗ് സിസ്റ്റം. സോ ദാറ്റ് ഈസ് അബൌട്ട് ലോജി ടൂൾസ്. താങ്ക് യു. Thank you, sir. Wishing you all good luck. Arpa!